സത്യവും എല്ലാം സെറ്റാണ്. കണ്ടോ, ഒരു ഗ്യാപ്പ് പോലില്ല ഞങ്ങൾ അടച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ ഈ CCTV ഇതെന്താ പേപ്പർ വെച്ച് അടച്ചതെന്നുള്ളത്? അതാണ് നമ്മുടെ പുതിയ ടെക്നിക്ക്. വോട്ട് ചോരി എന്ന് പറഞ്ഞ് ചെങ്ങായി പിന്നാലെ നടക്കാൻ വേണ്ടി കുറച്ച് കാലമായി. അതുകൊണ്ട് വേണ്ടത്ര അങ്ങോട്ട് വോട്ട് ചോരാൻ പറ്റുമെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ വോട്ട് ചോരാനുള്ള പുതിയ ടെക്നിക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ CCTV മൊത്തം പേപ്പർ വെച്ച് പേപ്പറിൻ്റെ കഷ്ണം വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി ആരൊക്കെ വന്ന് എന്തൊക്കെ ഡിസ്കഷൻ നടത്തി കഴിഞ്ഞാലും മക്കളെ പേടിക്കേണ്ട, പുറത്തു ഒരാളും കാണൂല. നിങ്ങൾ സേഫാണ് ജ്ഞാനേഷ, നിങ്ങൾ സേഫാണ്. അതെ, ബീഹാറിലെ ഇപ്പോൾ നടന്ന സംഭവമാണ്, ഇപ്പല്ല ഇന്നലെ നടന്ന സംഭവമാണ്. അതായത് നമ്മുടെ അമിത്ഷായും നമ്മുടെ പ്രധാനമന്ത്രിയും കഴിഞ്ഞ 3 ദിവസമായിട്ട് ബീഹാറിൽ തലങ്ങും വിലങ്ങും ഓടി നടന്നിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറ്റിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യണം, പല ആൾക്കാരെ കാണേണ്ടി വരും. അപ്പോൾ നമ്മുടെ മൗര്യ പാറ്റ്ന ഹോട്ടലിൽ, അതായത് മൗര്യ ഹോട്ടൽ ITC അണ്ടർ ആണോ? ITC അണ്ടർ ആവാനാ ചാൻസ്. അവരുടെ ബ്രാൻഡ് ഒരു നെയിമാണ് മൗര്യ. ഏതായാലും പോട്ടെ, നമുക്കറിയില്ല. പാറ്റ്നയിലുള്ള മൗര്യ ഹോട്ടലിലാണ് ഈ VIPs ഒക്കെ താമസിക്കുന്നത്. അക്കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ അമിത്ഷാജി ഒക്കെ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അമിത്ഷാൻ്റെ സൈഡിലോട്ട് പോകുന്ന റൂമിൻ്റെ അല്ലെങ്കിൽ റൂം പോകുന്ന വരാന്തകളിലും അതുപോലെ തന്നെ സ്റ്റെയറുകളിലും ഒക്കെ പേപ്പർ വെച്ച് ഒട്ടിച്ചെന്നാണ് പറഞ്ഞത്. കംപ്ലീറ്റ് CCTV. അതെന്തിനാ അത്ര പേടിക്കുന്നത് നമ്മൾ ആലോചിക്കില്ലേ? വല്ല മറ്റ് പരിപാടികൾ മദ്രാസി വല്ലതുണ്ടോ? മദ്രാസി ഒന്നുമല്ല, അതിനൊക്കെ വലിയ പരിപാടികളൊക്കെ അവിടെ ഉണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇത് വെച്ച് അടച്ചിട്ട് നമ്മൾ ഈ പരിപാടികൾ കാണിച്ചത്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നിന്റെ തലയിൽ കയറണ്ട. അത് പറഞ്ഞ ആദ്യത്തെ ആൾ ഇതാണ്, കണ്ടോളൂ എന്ന്. हमने सुना प्रधानमंत्री की कुछ रैलियां काट दी गई, घबरा गए, भीड़ कम आ रही है, रिस्पांस नहीं मिल रहा, पहला चरण का आंकड़े उनके सामने भी आ गए हैं। यहाँ इस होटल में छिप कर गृह मंत्री लोगों से मिलते हैं, CCTV पर टेप लगा देते हैं। क्या हो रहा है? ये चुनाव हार चुके हैं। कट्टा को लेकर लगातार सवाल खड़े कर रहे हैं प्रधानमंत्री, फिर बोल रहे हैं कट्टा को लेकर। भाई, तो हम तो कह रहे हैं नीतीश बाबू को, कट्टा ले जाइए कहीं से, लगाइए इनकी कनपट्टी पर, अपने आप को घोषित करवाइए मुख्यमंत्री। लेकिन जिस तरीके से अमित शाह जी ने कल कहा है कि तेजस्वी यादव के सबसे पसंदीदा मुख्यमंत्री स्टालिन है और उनकी पार्टियों ने बिहारी को तुलना बीवी से की थी। अब ये वाहियात बातें गृह मंत्री इसीलिए कर रहे हैं क्योंकि खलबली मची उस खेमे में, उन्हें मालूम है हार रहे हैं। करने दीजिए, बोलने दीजिए। पोलिंग हुई थी, 65% से ज़्यादा पोलिंग हुई इस बार। क्या लगता है? हमें 121 में से 72 सीटों पर स्पष्ट बहुमत मिल रहा है, जीत रहे हैं। കണ്ടില്ലേ, പവൻ ഖേര പറഞ്ഞതാണ്. എന്താണ് ഇവിടെ ഇത്ര ഇത്? ഇന്ത്യയുടെ സഹകരണ മന്ത്രിയാണ്, നമ്മുടെ ഹോം മിനിസ്റ്ററാണ്. പിന്നെ പുള്ളി എന്തിനാണ് ഇവിടെ ഇത്ര പേടിക്കുന്നത്? ആരവിടെ വരുന്നതിനാണ് ഇയാൾ ഇത്ര പേടിക്കുന്നതെന്ന് വെച്ച് ആരുമില്ല, ചിന്തിച്ച് നോക്കണം. കാരണം 1ാം ഘട്ട വോട്ടെടുപ്പ് ബീഹാറിൽ നടന്നു, 2ാം ഘട്ടം നാളെ നടക്കാൻ പോവുകയാണ്. ഓൾറെഡി വോട്ട് ചോരിയുടെ പേരിൽ മൊത്തത്തിൽ ചോർന്ന് മൊത്തം മൂഡ് പോയിട്ട് പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അക്കൂട്ടത്തിലാണെങ്കിൽ പോളിംഗ് 10% എക്സ്ട്രാ കൂടുന്നുണ്ട്. എല്ലാം കൊണ്ടും തരംഗം തിരിച്ചടിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണി, ഇന്ത്യ ബ്ലോക്കിന് കാര്യങ്ങൾ കിട്ടും എന്നുള്ളൊരു ഉറപ്പ് വന്നതോടുകൂടി ഈ 2 പേര് പിന്നെ അവിടെ നിന്ന് പോന്നിട്ടില്ല. അവിടെ അങ്ങ് കുറ്റിയടിച്ചിരിക്കുകയാണ്. ആരൊക്കെ ഏതൊക്കെ മീറ്റിംഗ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പോലും അറിയാം അല്ലേ? ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ ജ്ഞാനേഷ് കുമാരെ നേരിട്ട് വന്നിട്ട് നമ്മൾ എങ്ങനെ ഇത് അല്ലെങ്കിൽ എങ്ങനെ മുക്കാം, നമ്മൾ എങ്ങനെ ചോർത്താം, അല്ലെങ്കിൽ എങ്ങനെ വലിക്കാം, കിട്ടിയ കോൺഗ്രസ്സിന് കിട്ടിയ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇന്ത്യ ബ്ലോക്കിന് കിട്ടിയ വോട്ടുകൾ നമ്മൾ മാറ്റിയിട്ട് മറ്റവർക്ക് വോട്ട് എങ്ങനെ കൂട്ടാം എന്നുള്ള വമ്പൻ ഡിസ്കഷൻസ് നടക്കണമെങ്കിൽ ഒരു നല്ലൊരു സ്ഥലത്ത് മീറ്റിംഗ് വേണ്ടേ? അപ്പോൾ ഇവിടെ ഏറ്റവും ബെറ്റർ ഇവിടെ ആകുമ്പോൾ നമുക്ക് പറയാം, കടച്ചാൾ ആരും വരേണ്ട, ആരും നമ്മൾ വിടുന്ന ആളെ മാത്രം വിട്ടാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും ഒരു വലിയ അലിഗേഷൻ തന്നെയാണ്. ആരൊക്കെ അവിടെ വരുന്നുണ്ട്, അമിത്ഷാൻ ആരൊക്കെ കാണുന്നുണ്ട്, പോകുന്നുണ്ട്, അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ഹോട്ടലിൻ്റെ, ഇത്രയും വലിയൊരു ഇൻ്റർനാഷണൽ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ അവസ്ഥ, CCTVയുടെ അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇനി ഇവിടം കൊണ്ട് CCTV മുക്കുന്നത് തീരുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ സ്ട്രോങ് റൂമുകളുണ്ട് അല്ലേ, നമ്മുടെ ഈ പറഞ്ഞ EVM മെഷീൻസ്, അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞ EVM മെഷീൻസ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള സ്ട്രോങ് റൂമുകളിലോട്ട് ആർക്കും കയറാൻ പാടില്ല. വിത്തൗട്ട് പെർമിഷൻ അല്ല. ആ പെർമിഷൻ്റെ 2 പാർട്ടിയുടെ ഇപ്പോൾ ഒരാളവിടെ കയറുന്നുണ്ട് ഒരു ആവശ്യത്തിനെങ്കിൽ, ഏതൊക്കെ പാർട്ടികൾ മത്സരിച്ചിട്ടുണ്ട് ആ പാർട്ടികളുടെ ഒക്കെ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്ന് അവരെല്ലാവരും കൂടെ സർട്ടിഫൈ ചെയ്ത ഒരാൾക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. പക്ഷേ അതൊന്നുമല്ല. സ്ട്രോങ് റൂമിലൊക്കെ തോന്നുന്ന പോലെ ആളുകൾ കയറി ഇറങ്ങുന്നതിൻ്റെ വീഡിയോ ഒക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിരുന്ന ആ വീഡിയോ ചെറിയ പോർഷൻ വെച്ചേക്കാം.
കണ്ടില്ലേ നിങ്ങൾ? ആരൊക്കെ കയറുന്നുണ്ട്, ആരൊക്കെ ഉള്ളിൽ പോകുന്നുണ്ട്, അതിലും കഴുത്തിൽ ടാഗ് കിട്ടിയ ആൾക്കാരാണ്. അപ്പം പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തോട്ട് കയറിയത്. എന്തിനാണ് കയറിയത്, ഏതിനാണ് കയറിയത്, ആരെ പൊക്കാനാണ്, ആരെ മുക്കാനാണെന്നൊന്നും ഒരു ഐഡിയ ആർക്കില്ല. ഇത് കംപ്ലീറ്റ്ലി ഇല്ലീഗലാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ സ്ട്രോങ് റൂമിൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് CCTVകളൊക്കെ ഓഫായി പോവുക. 5 മിനിറ്റൊക്കെ CCTV ഓഫായി പോയി. ഒമ്പം ട്വിസ്റ്റിലെ ഈ 5 മിനിറ്റ് CCTV ഓഫായ സമയത്ത് ഒരു ട്രക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകും. അതായത് ഈ സ്ട്രോങ് റൂമുകളിലെ സ്ഥലങ്ങളായിട്ടുള്ള എവിടെയാണോ ഇത് അടുക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ, പല സർക്കാർ ഓഫീസുകളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ഉള്ളത് സൂക്ഷിച്ചു വെക്കാറ്. ഇങ്ങനത്തെ സ്ഥലത്തുനിന്ന് ചില സ്ഥലങ്ങളിൽ 5 സ്ഥലങ്ങളിലെ CCTV ഓഫായി പോയിട്ടുണ്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക്. ഈ 5 മിനിറ്റ് നേരം കൊണ്ട് അവിടെ നിന്ന് ഒരു ട്രക്ക് പുറത്തോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഇതും കണ്ടല്ലോ നിങ്ങൾ. ഇതാണ് അവസ്ഥ. CCTV സ്ട്രോങ് റൂമുകൾ വെച്ച സ്ഥലത്ത് നിന്ന് CCTV ഓട്ടോമാറ്റിക്കലി ഓഫായി പോകുന്നു. ഒരു നിലക്കും ജീവൻ കൊടുത്താലും ഓഫ് ആവരുത് എന്നുള്ള സാധനം. നമ്മുടെ വീട്ടിലല്ലെങ്കിൽ അപ്പുറത്തെ തൊടിയല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ CCTV കുറച്ചേരം ഓഫാക്കിയിട്ടതല്ല. കുറേ ആൾക്കാർ പോയി വോട്ട് ചെയ്തതിൻ്റെ രേഖകൾ, അതിൻ്റെ മെഷീൻസ് വെച്ച സ്ഥലങ്ങളിലെ CCTV 5ഉം 10ഉം മിനിറ്റത്തേക്ക് ഓഫായി പോകുന്നു. അതേസമയം അവിടെ നിന്ന് ഒരു ട്രക്ക് പോകുന്നു. ട്രക്കിൻ്റെ അകത്ത് എന്താണെന്ന് പോലും അറിയില്ല, കംപ്ലീറ്റ്ലി കവേർഡാണ്. ഇതൊക്കെ ആൾക്കാർ ചോദ്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ തെരഞ്ഞെടുപ്പിനുണ്ടല്ലോ, കശാപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, തെരഞ്ഞെടുപ്പ് ചത്തു എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെറും ശവങ്ങളാണ് എന്നുള്ളത് തന്നെ, അല്ലെങ്കിൽ ഒരു പാർട്ടി പറഞ്ഞത് കേട്ടിട്ട് തുള്ളിക്കളിക്കുന്ന കുഞ്ചിരാമന്മാരാണ് ഈ ഇലക്ഷൻ കമ്മീഷനിലുള്ളത് എന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ. വോട്ട് കട്ടതിന് ഇതെന്തേ ഒന്നും വേണ്ടിയിട്ടില്ലല്ലോ. രാഹുൽ ഗാന്ധി ഇത്രയും വലിയ അലിഗേഷൻസ് പറഞ്ഞിട്ടും എൻ്റെ ഒരുത്തം പോലും ഒരു പോസ്റ്റ് ഇട്ട് എന്നല്ലാണ്ട് ഒരാൾ പോലും പുറത്തോട്ടൊന്നും സംസാരിച്ചില്ല. ഇപ്പം സംസാരിക്കാൻ പറ്റില്ല, ഇപ്പം മിണ്ടാണ്ടിരിക്കണം. ബീഹാർ തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ട് കക്കാവുന്ന അത്ര വോട്ട് കട്ട് മുട്ടിച്ചതിന് ശേഷം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് പുറത്തോട്ട് വന്ന് ചാടും. അതുവരെ ഞങ്ങളിപ്പം തൽക്കാലം നമ്മുടെ മോഡിയുടെയും അമിറ്റിൻ്റെയും ഒക്കെ പിന്നിലിങ്ങനെ ഒളിച്ചിരിക്കും. പിന്നെ ഞങ്ങളൊരു പുറത്തോട്ട് തലപൊക്കി വരും. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് സ്കിപ്പ് അടിച്ച് പോകും. നമ്മൾ പണ്ടൊരു പത്രസമ്മേളനം നടത്തിയ പോലെ ഞങ്ങൾ സ്കിപ്പ് അടിച്ച് പോകും. ഇതാണ് പ്ലാൻ. സിമ്പിൾ പ്ലാനാണ്. കക്കാളൊക്കെ ഞങ്ങൾ കക്കും. അത് ഇതുപോലെ CCTV ഓഫ് ചെയ്ത് കക്കും, CCTV ഓൺ ചെയ്ത് കക്കും, CCTV 45 ദിവസം കൊണ്ട് ഞങ്ങൾ മായ്ച്ചും ഞങ്ങൾ കക്കും. ഒരു ഇതും ഒന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഏഷ്യാൻ പോകുന്നില്ല. ഞങ്ങൾ സെറ്റാണ്, ഞങ്ങളൊരു ടീം സെറ്റാണ്. ആരൊക്കെയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഈ പാർട്ടിയും ആ പാർട്ടിയുടെ നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ഹോം മിനിസ്റ്ററും, നമ്മുടെ ഗുജറാത്തിലെ ഡബിൾ എഞ്ചിനും, കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷൻ, ED, NIA, CBI, സുപ്രീം കോർട്ട്, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഈ രാജ്യത്തെ മാക്സിമം ആൾക്കാരെ പിഴിഞ്ഞൂറ്റി കുടിച്ച് ഞങ്ങൾ ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കും. ഞങ്ങളെ താങ്ങാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും, ഞങ്ങൾ എന്ത് വിഡിത്തം പറഞ്ഞാൽ അതുപോലെ ആ ഛർദി എടുത്ത് നക്കി തിന്നുന്ന ഒരു കൂട്ടം അന്ധഭക്തരുള്ളിടത്തോളം കാലം ഞങ്ങൾ സ്ട്രോങ് ആണ്. ഞങ്ങളുടെ ടീം സ്ട്രോങ് ആണ്. ഞങ്ങളുടെ ഡബിൾ എഞ്ചിൻ വെരി വെരി സ്ട്രോങ്. ആ കൂട്ടത്തിൽ രാഹുലിൻ്റെ മരിച്ചുപോയ മുത്തശ്ശി വന്നാലും, രാഹുലിൻ്റെ മരിച്ചുപോയ അച്ഛൻ വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇവരാരും ഒന്നുമല്ല തെളിയിച്ച ഒരു പാർട്ടിയും കുറേ നേതാക്കന്മാരും നമ്മുടെ നാട്ടിലെ പൊതു സ്ഥാപനങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പൊതു ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടുള്ള ഈ പറഞ്ഞ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ്. രാഹുൽ വെറുതല്ല. എല്ലാവരോടും പറഞ്ഞിട്ട് ജെൻസിനോട് ഉണരെ എന്ന് പറഞ്ഞാൽ വെറുതല്ല. അതിൽ പോക്കരിത്തരം കണ്ടു നിന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ജെൻസി ആയിപ്പോയി നമ്മുടെ നാട്ടിലുള്ളത്. എന്താ കളവന്മാരോട് പറഞ്ഞിട്ടില്ല, അത്തിമുത്തിയായിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും
ജയശ്രീരാമും വിളിക്കും, മോദിക്ക് ജയും വിളിക്കും. അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ബോധം വിവരമൊന്നും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇപ്പില്ല. അറ്റ്ലീസ്റ്റ് ജൻസി വരുന്ന ആളുകൾക്ക് ഇച്ചിരിയെങ്കിലും ചിന്തിക്കാനുള്ള ബോധം നിൻ്റെയൊക്കെ തലയിൽ ചാണം കയറ്റി വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തോട്ടുള്ളൊരു ചിന്ത നിനക്കുണ്ടെങ്കിൽ ചിന്തിച്ചിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കും.